മരിയ ബബീന എന്ന ഉണ്ണിമറിയത്തിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ കഥ. ഇറ്റാലിയൻ ഭാഷയിൽ മരിയ ബബീന എന്ന് പറഞ്ഞാൽ ശിശുവായ മറിയം എന്നാണ്. വിശുദ്ധ ജോൺ എഡ്യൂസ്, വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, വിശുദ്ധ പാദ്രെ പിയോ തുടങ്ങിയ നിരവധി വിശുദ്ധർ ഉണ്ണിമരിയായോടുള്ള അഥവാ ശിശുവായ മറിയത്തോടുള്ള ഭക്തിയുടെ പ്രചാരകരാണ്. ശിശുവായ മറിയത്തോടുള്ള അടുപ്പം ഈ വിശുദ്ധരെ പോലെ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തിയിലും അവളുടെ പുണ്യപൂർണ്ണതയിലും നമ്മെ വളർത്തും. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഉത്തമ ശിക്ഷയെന്ന നിലയിൽ പരിശുദ്ധ മറിയം നമ്മുടെ കർത്താവിനെ അവൻ്റെ എല്ലാ പുണ്യങ്ങളിലും അനുകരിച്ചു. ഉണ്ണീശോയുടെ വിശുദ്ധ കുട്ടിക്കാലത്തെ പുണ്യങ്ങളും അനുസരിക്കാൻ ദൈവം അവൾക്ക് അവസരം നൽകി. ഇറ്റലിയിലെ തോതിയിലുള്ള പാവപ്പെട്ട ക്ലാരയുടെ സഹോദരിമാർ എന്ന മഠത്തിലെ സുപ്പീരിയർ സിസ്റ്റർ ഇസബെല്ല ക്യാര ഫൊർനാരി എന്ന കന്യാസ്ത്രീയാണ് 1735 മരിയ ബബീനയുടെ മെഴുകുരൂപം മെനഞ്ഞെടുത്തത്. 16-ാം നൂറ്റാണ്ടിലെ കൗണ്ടർ റീഫോർമേഷൻ സമയത്ത് ഉണ്ണീശോയുടെയും ഉണ്ണിമരിയായുടെയും മെഴുകുപ്രതിമകളോടുള്ള വണക്കം യൂറോപ്പിൽ വ്യാപകമായിരുന്നു. 1738 ആൽബെറിക്കോ സെമൊനത്ത മെത്രാൻ മരിയ ബബീനയുടെ മെഴുകുപ്രതിമ സ്വദേശമായ മിലാനിലേക്ക് കൊണ്ടുവന്നു. ആൽബെറിക്കോ സെമൊനത്തയുടെ മരണശേഷം വിശുദ്ധ മരിയ ദെല്ലി ആഞ്ചൽ ആശ്രമത്തിലെ കപ്പൂച്ചിൻ സിസ്റ്റേഴ്സിന് മരിയ ബബീനയുടെ രൂപം കൈവശം വയ്ക്കാൻ മെത്രാൻ്റെ സഹോദരൻ അനുവാദം നൽകി. യുവാക്കളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിലും കത്തോലിക്ക പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നതിലും തൽപരയായതിനാലാണ് മരിയ ബബീനയുടെ രൂപം സിസ്റ്റേഴ്സിന് കൈമാറാൻ മെത്രാൻ്റെ സഹോദരനെ പ്രേരിപ്പിച്ചത്. ഈ കപ്പൂച്ചിൻ സന്യാസിമാർ ഉണ്ണിമരിയയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ജോസഫ് രണ്ടാമൻ ചക്രവർത്തിയും നെപ്പോളിയൻ ചക്രവർത്തിയും 1810 സന്യാസ സമൂഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ അവസാനത്തെ കപ്പൂച്ചിൻ സന്യാസിനിയായ ബാർബറ വെസോലിയ എന്ന സിസ്റ്ററിൻ്റെ കയ്യിൽ ഈ രൂപം വന്നെത്തി. സിസ്റ്റർ ബാർബറ ചില സിസ്റ്റേഴ്സ് രഹസ്യമായി താമസിച്ചിരുന്ന കാനോനിക്വേസെ ലത്തറ നേസി ഇൻ വിയ ദൽ അനുൻചാത്തായി ലം എന്ന ആശ്രമത്തിലേക്ക് രൂപം മാറ്റി. പിന്നീട് സിസ്റ്റർ ബാർബറ തൻ്റെ മരണത്തിന് മുമ്പ് ഉണ്ണിമരിയായുടെ തിരുസ്വരൂപം സാന്താ മാർക്കോ പള്ളിയിലെ വികാരി ലൂയിജി ബാസിസോയോ അച്ഛന് കൈമാറി. ലൂയിജി അച്ഛൻ ഈ തിരുസ്വരൂപം 1842 ഫിച്ചേറി ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ മദർ സുപ്പീരിയർ തെരേസ ബോസിയോയ്ക്ക് കൈമാറി. 1876 ഏപ്രിൽ 24-ാം തീയതി ഉണ്ണിമേരിയുടെ മെഴുകുപ്രതിമ ഇപ്പോൾ സൂക്ഷിച്ചിരുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ മദർ ഹൗസിൽ കൊണ്ടുവന്നു. ഈ സമയം മരിയ ബബീനയോടുള്ള ഭക്തി ചാരിറ്റി സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിനും നോവിസിനുമായി പരിമിതപ്പെടുത്തിയിരുന്നു. നവസന്യാസ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഈ തിരുസ്വരൂപം പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 തുടങ്ങി തുടർന്നു വരുന്ന 8 ദിവസങ്ങൾ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിരുന്നു. കാലഹരണപ്പെട്ടതിനാൽ രൂപത്തിൻ്റെ മുഖകാന്തി നഷ്ടപ്പെട്ടിരുന്നു. 1884 സെപ്റ്റംബർ 9 മുതൽ ഉണ്ണിമരിയായോടുള്ള ഭക്തി പുലർത്തിയിരുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. സിസ്റ്റർ ജോസഫെ വയനോവിച്ച് എന്ന ചാരിറ്റി സിസ്റ്ററിൻ്റെ കൈകാലുകൾ തളർവാദ നിമിത്തം തളർന്നതിനാൽ കിടന്ന കിടപ്പിലായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി സിസ്റ്റർ ജൂസപ്പെ മദർ ജനറൽ നസാറിയോയോട് മരിയ ബബീനയുടെ തിരുസ്വരൂപം ഒരു രാത്രി താൻ കിടക്കുന്ന രോഗമുറിയിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. അടുത്ത പ്രഭാതത്തിൽ രോഗിയായി കിടക്കുന്ന സിസ്റ്ററിൻ്റെ മുറിയിൽ രൂപം കൊണ്ടുപോകാൻ മദർ അനുവാദം നൽകി. രോഗി പരിചരണ മുറിയിൽ ജൂലിയോ മക്കാറിയോ എന്ന മറ്റൊരു നവസന്യാസിനി രോഗിണിയായി കിടപ്പിലായിരുന്നു. രോഗപീഠകൾ നിമിത്തം കൈകാലുകൾ ചലിപ്പിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. വലിയ വിശ്വാസത്തോടെ ഉണ്ണിമേരിയുടെ രൂപം കൈകളിലെടുത്ത് സൗഖ്യത്തിനായി അവൾ കേണപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നവസന്യാസിക്ക് പൊടുന്നനമേ രോഗസൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതത്തിന് ശേഷം ഉണ്ണിമേരിയുടെ രൂപം മദർ ജനറലിൻ്റെ മുറിയിൽ സൂക്ഷിച്ചു പോന്നു. 1884 ഒക്ടോബർ 18-ാം തീയതി ദേവമാതാവിൻ്റെ മാതൃത്വ തിരുനാൾ ദിനത്തിൽ മരിയ ബബീനയെ അലങ്കരിച്ച വസ്ത്രമണിയിച്ച് മനോഹരമായ ഒരു തൊട്ടിലിലാക്കി
പ്രദക്ഷിണത്തോടെ ഭവനത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ചാപ്പലിൽ ആഘോഷമായി പ്രതിഷ്ഠിച്ചു. മരിയ ബബീനയുടെ മുമ്പിലൂടെ കടന്നുപോയിരുന്ന സിസ്റ്റേഴ്സ് പ്രാർത്ഥനയ്ക്കായി കുറച്ചു സമയം ആ രൂപത്തിൻ്റെ മുമ്പിൽ ചെലവഴിച്ചിരുന്നു. അടുത്ത മാസങ്ങളിൽ സിസ്റ്റർ ക്രോച്ചിഫിസ്സ മെസ്സമെത്തി, സിസ്റ്റർ ജോസഫ വൈനോവിച്ച് എന്നിവർ മരിയ ബബീനയുടെ മധ്യസ്ഥ ശക്തിയാൽ മാരക രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി സുഖമാക്കപ്പെട്ടു. നിരവധി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ണിമേരിയുടെ മധ്യസ്ഥത വഴി സംഭവിച്ചു. ഇതിനിടയിൽ മദർ ജനറലിനോട് ഉണ്ണിമേരിയുടെ രൂപം രോഗീപരിചരണ മുറിയിൽ കൊണ്ടുപോകുന്നതിന് ആദ്യമായി അനുവാദം ചോദിച്ച സിസ്റ്റർ ജോസഫെ വൈനോവിച്ചും തളർവാദത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു. മരിയ ബബീനയുടെ മധ്യസ്ഥതയാൽ നിരവധി ചാരിറ്റി സിസ്റ്റേഴ്സിന് രോഗസൗഖ്യം ലഭിച്ചതിനാൽ അവരെ മരിയ ബബീനയുടെ സിസ്റ്റേഴ്സ് എന്നും വിളിക്കുന്നു. 1885 ജനുവരി 16 ഉണ്ണിമേരിയുടെ രൂപത്തിന് രൂപാന്തരീകരണം സംഭവിക്കുകയും കൂടുതൽ നിറമുള്ളതും സൗന്ദര്യമുള്ളതുമാവുകയും ചെയ്തു. 1888 സെപ്റ്റംബർ മാസം 8 പുതിയ മദർ ജനറൽ ക്ലമൻറ്റിന ലാച്ച്മാൻ മരിയ ബബീനയുടെ രൂപം പുതിയ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. മദർ ഹൗസിലെ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ വിശ്വാസികൾക്ക് ഉണ്ണിമേരിയെ വണങ്ങുന്നതിന് അവസരം ഒരുക്കിയിരുന്നു. 1904 മെയ് 31 കർദിനാൾ ഫെറാറി ഉണ്ണിമേരിയുടെ ശിരസിൽ കിരീടമണിയിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ മരിയ ബബീനയുടെ ബഹുമാനാർത്ഥം ലീഗ് ഓഫ് ദ ഇന്നസെൻറ്റ് എന്ന ഭക്തസംഘടനയ്ക്ക് രൂപം നൽകി. നവദമ്പതികൾക്ക് വിവാഹ സമ്മാനമായി മരിയ ബബീനയുടെ ഒരു ചെറിയ മെഴുകുപ്രതിമ സമ്മാനമായി നൽകുന്നത് പതിവായി. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മരിയ ബബീനയോടുള്ള ഭക്തി മിലാനിൽ നിന്നും ഇറ്റലിയിൽ ഉടനീളം വ്യാപിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനിടയിൽ 1942 ഒക്ടോബർ 24 മദർ ഹൗസിൽ ബോംബ് വർഷിക്കപ്പെട്ടതിനാൽ മദർ ജനറൽ മരിയ ബബീനയുടെ തിരുസ്വരൂപം ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. 1943 ഓഗസ്റ്റ് 15, 16 തീയതികളിൽ തുടർച്ചയായ ബോംബാക്രമണത്തിൽ മദർ ഹൗസും ചാപ്പലും പൂർണ്ണമായി തകർന്നെങ്കിലും സിസ്റ്റേഴ്സും മിലാൻ നിവാസികളും പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. 1945 സെപ്റ്റംബർ 4 മരിയ ബബീനയുടെ രൂപം മിലാനിൽ തിരികെ കൊണ്ടുവന്നു. ഉണ്ണിമേരിയുടെ ബഹുമാനത്തിനായി 3 ദിവസം തിരുനാൾ ആഘോഷിച്ചു. അതിനുശേഷം പുതിയ സന്ദർശന ചാപ്പലിൽ പുനഃപ്രതിഷ്ഠിച്ചു. പിന്നീട് താൽക്കാലിക മദർ ഹൗസിലെ ചാപ്പലിലേക്ക് മാറ്റി. 1953 നവംബർ 18 മദർ ഹൗസിലെ പുതിയ ചാപ്പലിലേക്ക് മരിയ ബബീനയുടെ രൂപത്തെ മാറ്റി. എല്ലാ വർഷവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ സിസ്റ്റേഴ്സ് ചെറിയ പഞ്ഞി കൊണ്ട് മരിയ ബബീനയുടെ തിരുസ്വരൂപം സ്പർശിക്കുകയും വിശ്വാസികൾക്ക് അനുഗ്രഹത്തിനായി സമ്മാനമായി നൽകുകയും ചെയ്യാറുണ്ട്.